എതിർകക്ഷി തലവനായി ഉദയനിധി സ്റ്റാലിനും ഭരണകക്ഷി തലവനായി വിജയ് നിൽക്കുമ്പോൾ ഒരു സിനിമാറ്റിക് ഫീല് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ഉദയനിധിയും ഒരു സിനിമാ നടനാണ്, വിജയ് പിന്നെ അവിടെ തളപതിയാണ്. അവിടെ സിനിമാ മേഖലയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേർ ഇപ്പോഴത്തെ രാഷ്ട്രീയ മേഖലയിലേക്ക് വരുന്നു. ഉദയനിധി ഇതിനു മുമ്പ് മസിബിളിൽ ഉണ്ടായിരുന്നതാണ്, ഡെപ്യൂട്ടി CM ആയിട്ട് നിന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത് പുത്തിരിയുള്ള കാര്യമല്ല. വിജയ്ക്കാണ് ഇത് പുതുമ. വിജയ്ക്കിടെ കൂടെയുള്ള 99 MLA-മാർക്കാണ് ഇത് പുതുമ. TVK ആയിക്കോട്ടെ, അവിടെ പുതുമയായിരുന്ന MLA-ക്കൊക്കെ തന്നെയായിട്ട് നിൽക്കുമ്പോൾ പോലും വിജയുടെ ഒരു യെസ് ഇല്ലാണ്ട് അവിടെ ആരും അനങ്ങാറില്ല. ഒരു സൈൻ ചെയ്യുന്നെങ്കിൽ പോലും വിജയോട് അനുവാദം ചോദിക്കുന്ന പല MLA-മാരെയും നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ നിൽക്കുകയാണ് TVK എന്ന പാർട്ടി. നേരെ മറിച്ച് അപ്പുറത്ത് DMK ആയിക്കോട്ടെ, സ്റ്റാലിൻ ഇല്ലാത്ത DMK, അതൊരു വലിയ വിടവ് തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സ്റ്റാലിന് വരവിത ഉദയനിധി ആ തലപ്പത്തേക്ക് വരികയാണ്. ഉദയനിധി അവിടെ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് DMK-യുടെ എല്ലാം തോളിലേറ്റേണ്ട ഒരു വ്യക്തിയായിട്ട് ഉദയനിധി മാറുകയാണ്. ഉദയനിധിയുടെ പ്രസംഗം ഇന്നുണ്ടായിരുന്നു. ആ പ്രസംഗം കുറച്ച് ചിരി പടർത്തുകയും ചെയ്തു. ഉദയനിധി സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ട് മന്ത്രിസഭയിനകത്ത് വരുന്ന സമയത്ത് ഈ വിജയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല, വിജയ് തിരിച്ചും നോക്കുന്നില്ല. അത്രയും വലിയ സൗഹൃദം ഉണ്ടായിരുന്ന രണ്ടുപേരാണ് ഈ മുഖത്തോട് മുഖം നോക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു വിഷമം ഒരു സിനിമാ പ്രേമി എന്ന രീതിയിൽ എനിക്കുണ്ട്. കാരണം ഈ സിനിമ ബന്ധം അത്രമാത്രം ഉണ്ടായിരുന്ന രണ്ടുപേർ തമ്മിൽ ഇപ്പോൾ ഇതാ മന്ത്രിസഭയിലേക്ക് എത്തിയതിനു ശേഷം അങ്ങനെ ഒരു നീരസം കാണിക്കുന്നതെന്ന് പറയുമ്പോൾ അത് എല്ലാ ക്യാമറ കണ്ണുകളും ഒപ്പിയെടുക്കുമ്പോൾ സ്വാഭാവികമായ ഒരു വിഷമം ഉണ്ടായി. പക്ഷേ ഉദയനിധിയുടെ പ്രസംഗം അത് ചെറുതായിട്ടൊന്ന് മാറ്റിമറിച്ചതായിട്ട് എനിക്ക് തോന്നി. ഉദയനിധിയുടെ പ്രസംഗത്തിൽ ഉദയനിധി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ പാർട്ടിയെക്കുറിച്ചും ഇനി വരാൻ പോകുന്ന തമിഴ്നാടിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതിനിടയിൽ ഒരു കാര്യം പറഞ്ഞു. ഭരണകക്ഷി തലവനായ വിജയും ഞാനും ലയോളയിൽ പഠിച്ച ആളാണ്. അപ്പോൾ സ്പീക്കർ അവിടെ നിന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ലയോളൈറ്റ്സ് ആണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ലയോളയിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം നല്ല രീതിയിൽ ബഹുമാനത്തോടു കൂടി അടിയും ബഹളമൊന്നും ഇല്ലാതെ സ്പീക്കർക്ക് ഒരു തലവേദന ഉണ്ടാക്കാത്ത രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഉദയനിധി ഇത് പറഞ്ഞപ്പോഴേക്കും വിജയ് അവിടെ ചിരിക്കുന്നുണ്ട്. വിജയുടെ പൊട്ടിച്ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വിജയ് ചിരിക്കുന്നത് തന്നെയാണ്. കാരണം വിജയ് അങ്ങനെ പൊട്ടിച്ചിരിച്ച് നമ്മൾ അങ്ങനെ കാണാറില്ല. വിജയുടെ ആ പുഞ്ചിരി എന്തോ ഒരു ഐസ് ബ്രേക്കിംഗ് പോലെ ഫീൽ ചെയ്തു. കാരണം ഉദയനിധി സ്റ്റാലിൻ അവിടെ ഒന്ന് പ്രസംഗിക്കാൻ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഒന്നും തന്നെ വിജയുടെ മുഖത്തൊരു സന്തോഷമില്ല, ഒരു ചിരിയില്ല, എത്രയും നാളും ഉണ്ടായിരുന്ന സുഹൃത്ത് എന്ന ഒരു ഭാവമില്ല, ഒന്നും തന്നെ ഇല്ല. അത് DMK-യിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ മാത്രമാണ് വിജയുടെ മുഖത്തുണ്ടായിരുന്നത്. പക്ഷേ ഉദയനിധിയുടെ ആ പ്രസംഗത്തിന് ശേഷം എന്തോ ഒരു ഐസ് ബ്രേക്ക് സെഷൻ പോലെ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അതിന് ഉദയനിധി ഒരു 1 സ്റ്റെപ്പ് അഹെഡായിട്ട് മുന്നോട്ട് വന്നതിൽ സന്തോഷമുണ്ട്. இந்த நேரத்தில் இன்னொரு விஷயத்தையும் இங்கே நினைவுபடுத்த விரும்புகிறேன். மாண்புமிகு பேரவைத் தலைவர் அவர்களும் மாண்புமிகு முதலமைச்சர் அவர்களும் இன்னைக்கு எதிர்க்கட்சி தலைவராக இருக்கிற நானும் ஒரே காலேஜில் படித்த ஓல்டு ஸ்டூடெண்ட்ஸ். ஒரே காலேஜில் நாம் படிச்சிருந்தாலும் அரசாங்கத்தை நடத்துறதுல திமுக தான் சீனியர் பேட்ச். அது உங்களுக்கு தெரியும். 1967 ஆட்சிக்கு வந்தது திமுக தான். நாங்கள் தான் சீனியர்ஸ். அந்த அடிப்படையில் எங்களுடைய நாலேஜையும் எக்ஸ்பீரியன்ஸையும் நாங்கள் ஷேர் பண்ணிக்க ரெடியாக இருக்கோம். அதை ஏற்றுக்க நீங்களும் தயாராக இருங்க. ஏன்னா நமக்கு எப்பவுமே தமிழ்நாட்டு மாநிலத்துடைய நலன்தான் மிக மிக முக்கியம். மாண்புமிகு பேரவைத் தலைவர் அவர்களே, நீங்கள் போட்டியின்றி தேர்வாகியிருக்கீங்க. மாண்புமிகு முதலமைச்சரும் எதிர்க்கட்சி தலைவரான நானும் உங்களை அவை முன்னவரும் இந்த இருக்கையில் உட்கார வச்சிருக்கிறோம், அமர வச்சிருக்கிறோம். இன்னைக்கு உங்கள் கையை பிடிச்சி அழைச்சிட்டு வந்து உட்கார வச்சிருக்கிறோம். இனி எங்கள் 2 தரப்பையும் நீங்கள் தான் கையை பிடிச்சி அரவணைச்சு கோவம் இல்லாமல் கோவப்படாமல், நீங்கள் கோவப்பட மாட்டீங்கன்னு தெரியும். உங்களை கோவப்படுத்துகிற மாதிரி எந்த செயலையும் நாங்கள் செய்ய மாட்டோம். சட்டமன்ற ஜனநாயகத்தில் ஆளுங்கட்சி காதுகளாகவும் எதிர்கட்சி குரலாகவும் இருக்க வேண்டும். அதில் தான் இந்த அவையுடைய பெருமை நிச்சயம் அடங்கி இருக்கு. பொதுவாக இதுக்கு முந்தைய சட்டமன்ற பேரவை எடுத்துக்கிட்டா ஆளுங்கட்சி வரிசையில் அதிக உறுப்பினர்களும் எதிர்கட்சி வரிசையில் அதை விட குறைவான உறுப்பினர்களும் இருப்பாங்க. ஆனால் இந்த முறை கிட்டத்தட்ட ஆளுங்கட்சிக்கு இணையான எதிர்கட்சி வரிசை வலிமையா இன்னைக்கு அமைஞ்சிருக்கு. அதுதான் இந்த பேரவையுடைய இன்னொரு கூடுதல் சிறப்பு. இதன் மூலமா தமிழ்நாட்டு மக்கள் ஒரு முக்கியமான செய்தியை நமக்கு சொல்லி இருக்கிறாங்க. அது என்னன்னா, எதிர்கட்சி வரிசை மிக மிக வலிமையாக இருந்து இந்த அரசை, புதிய அரசை வழிநடத்தணும், ஆக்கப்பூர்வமான விமர்சனங்களை முன்வைக்கணும் அப்படின்னு மக்கள் நமக்கு சொல்லி இருக்கிறாங்க. நான் நம்புறேன்.
പക്ഷേ ഇന്നത്തെ മന്ത്രിസഭയ്ക്ക് മുന്നേ കഴിഞ്ഞ ദിവസം തലേന്ന് വിജയ് സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് പോയതും ഉദയനിധിയെ കെട്ടിപ്പിടിച്ചതും സന്തോഷത്തോടു കൂടി പൊന്നാട എണീച്ചതും ഉദയനിധിക്ക് ഒരു ബുക്ക് ഹാൻഡ് ഓവർ ചെയ്തതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ തന്നെ ഇവരുടെ സൗഹൃദം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതാണോ ഒരു രാഷ്ട്രീയ തന്ത്രമാണോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെ എന്നാൽ പോലും ഇതുപോലുള്ള കാഴ്ചകൾ ഭയങ്കരമായ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് ഇനി എങ്ങനെയായിരിക്കും മന്ത്രിസഭ മുന്നോട്ട് പോകുന്നുള്ള ചോദ്യം കൂടെ നിൽക്കുന്നത്. കാരണം 120 MLA-മാരുടെ പക്കൽ അല്ലെങ്കിൽ ആ ഒരു ഭൂരിപക്ഷം നിലവിൽ വിജയ് ഉറപ്പിക്കുമ്പോഴേക്കും വിജയ്ക്ക് അത് കൂടുതൽ എടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെയാണ് ഗവർണർ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ ദിവസം. നാളേക്കുള്ളിൽ വിശ്വാസ്യത നേടിയെടുക്കണം വിജയ്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ നമ്പേഴ്സിലേക്ക് വരും. AIADMK പിളർപ്പിലേക്ക് നീങ്ങുന്നു, കൂടുതൽ പേര് വിജയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുകയാണ് എന്നൊക്കെ രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴാണ് DMK ഇതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നത്. ഉദയനിധി അവിടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉദയനിധിയുടെ പ്രശ്നങ്ങളൊക്കെ സൂക്ഷ്മമായി കണ്ടവർക്ക് അറിയാമായിരിക്കും. ഉദയനിധി കാര്യങ്ങൾ പറയുന്നെങ്കിൽ പോലും അതിനകത്ത് ചെറുതായിട്ടൊരു നർമ്മം പൊതിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. അദ്ദേഹം നായകനായി വന്ന സിനിമകളൊക്കെ തന്നെ ഹ്യൂമറിസ്റ്റിക് സിനിമകളാണ്. അതെല്ലാത്തിൻ്റെ ഒരു ചേരുവ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉണ്ടാവാതിരിക്കാം എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ടാവും, കാര്യ ഗൗരവത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ചെറുതായിട്ട് അദ്ദേഹം കുറച്ച് മിക്സ്ചർ ഓഫ് ഒരു ഹ്യൂമർ ചേർക്കാറുണ്ട്. അതെപ്പോഴും ഉണ്ടാവാറുള്ളൂ. പക്ഷേ അത് അദ്ദേഹം ഭരണത്തിൽ നിന്ന സമയത്താണ് കേട്ടോ. ഇനി അദ്ദേഹം പ്രതിപക്ഷമായിട്ട് നിൽക്കുമ്പോൾ പോലും ആ ഒരു ഫ്ലേവർ അദ്ദേഹം വീണ്ടും പുലർത്തുമോ, അത് ശക്തമായ രീതിയിൽ TVKയുടെ ഭരണത്തിനെതിരെ സംസാരിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ എന്നാൽ പോലും ഉദയനിധിയുടെ ആ ഒരു ചെറിയ ഹ്യൂമർ, ആ ഒരു ലയോളയുമായി ചേർത്തുള്ള ഹ്യൂമർ ഒക്കെ വെച്ച് നോക്കുമ്പോഴേക്കും അത് വിജയ്ക്ക് അങ്ങ് ബോധിച്ചു എന്നുള്ള രീതിയിൽ പറയേണ്ടി വരും. ഇവിടെ വിജയ്ക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടാതിരുന്ന സമയത്ത് ഇവിടെ MLA സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ലയോള കോളേജിലൊക്കെ പോയതൊക്കെ വലിയ വാർത്തയാണ്. അങ്ങനെ കാലത്തിൻ്റെ ചക്രമൊക്കെ തിരിഞ്ഞു നിൽക്കുന്ന വിജയുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. അതിനിടയിലാണ് ഈ ഒരു ലയോള റെഫറൻസ് മന്ത്രിസഭയിലേക്കും വരുന്നതും ഞങ്ങൾ സ്പീക്കർക്ക് ഒരു തലവേദന ഉണ്ടാക്കില്ല എന്നുള്ള ഉദയനിധിയുടെ പ്രസ്താവനയും കൂടി വന്നപ്പോൾ സഭയിൽ ഒരു ചിരി ഉണർന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.